بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിൽ പറയുന്നു, വഖൗലിഹി യഖൂലുല്ലാഹു അസ്സ വജൽ ലിആദം അലൈഹിസ്സലാം യാ ആദം ഫയഖൂലു ലബ്ബൈക വസഅദൈക ഫയുനാദി ബിസൗത്തിൻ ഇന്നല്ലാഹ യഅമുറുക അൻ തുഖ്രിജ മിൻ ദുർരിയ്യതിക ബഅസൻ ഇലന്നാർ മുത്തഫഖുൻ അലൈഹി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഈ കിതാബിൽ അടുത്തതായി ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു ലിആദം അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനോട് പറയും, യാ ആദം, ഓ ആദം, ഫയഖൂൽ, അപ്പോൾ ആദം അലൈഹിസ്സലാം മറുപടി പറയും, ലബ്ബൈക വസഅദൈക. ലബ്ബൈക വസഅദൈക എന്നത് ഞാനിത് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഫയുനാദി, അപ്പോൾ അള്ളാഹു വിളിക്കും, ബിസൗത്തിൻ, ഒരു ശബ്ദത്തോടെ വിളിക്കും, ഇന്നല്ലാഹ യഅമുറുക, അള്ളാഹു താങ്കളോട് കൽപ്പിക്കുന്നു, അൻ തുഖ്രിജ മിൻ ദുർരിയ്യതി, താങ്കളുടെ മക്കളിൽ നിന്ന്, താങ്കളുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു കൂട്ടരെ പുറത്തെടുക്കുക, ബഅസൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള കൂട്ടരെ. മുത്തഫഖുൻ അലൈഹി. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വഖൗലെ, ഇനി മറ്റൊരു ഹദീസ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ധരിക്കുന്നു. വഖൗലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ, ഒരാളും തന്നെയില്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാത്തവനായി ഒരാളും തന്നെയില്ല. അഥവാ എല്ലാവരോടും റബ്ബ് സംസാരിക്കുന്നതാണ്. ഖിയാമത്ത് നാളിലെ കാര്യമാണ് ഈ പറയുന്നത്. ലൈസ ബൈനഹു വബൈനഹു ഹാജിബുൻ, അവനും റബ്ബിനും ഇടയിലില്ല ഹാജിബുൻ, ഒരു മറയുണ്ടാവുകയില്ല, ഒരു മറയുണ്ടാവുകയില്ല. വല തുർജുമാൻ, അതുപോലെ ഒരു ദ്വിഭാഷി, പരിഭാഷകനും ഉണ്ടാവുകയില്ല. ഈ രണ്ട് ഹദീസുകൾ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ കിതാബിൽ ഈ ഭാഗത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഹദീസിൽ വന്നത് ആണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ ഇതുവരെ വായിച്ച ഹദീസുകളിൽ ഉള്ളത്. അള്ളാഹുവിൻ്റെ ഖദം, റബ്ബിൻ്റെ ദഹിക്, അവൻ്റെ അജബ് തുടങ്ങിയ വിശേഷണങ്ങൾ ഇതിനു മുമ്പുള്ള ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ ഈ കേട്ട രണ്ട് ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ ഏത് സിഫത്താണ് വന്നിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം, റബ്ബിൻ്റെ കലാം ആണ് ഈ രണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് ഈ കിതാബിൽ നമ്മൾ നേരത്തെ ഖുറാനിലെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വന്നപ്പോൾ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അതുപോലെ അഖീദയുടെ മറ്റുള്ള ദർസുകളിലും അത് അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ ഈ സിഫത്ത് വന്നത് ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ഹദീസുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കൂ, അള്ളാഹുവിൻ്റെ സംസാരത്തിന് ഉള്ള തെളിവുകൾ അനേകമാണ്. അതിനുള്ള തെളിവുകൾ ഒരുപാടാണ്. ഈ ഹദീസിൽ എന്താണുള്ളത്? യഖൂലുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനോട് പറയുമെന്നാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചിരിക്കുന്നു. മാത്രമല്ല, ആ സംസാരം ഫയുനാദി ബിസൗത്തിൻ എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ആ സംസാരം ഒരു സൗത്തോടെ, ശബ്ദത്തോടെയുള്ള സംസാരമാണ്. ഈ ഹദീസ് പ്രത്യേകമായി ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുപോലെ
പിഴച്ച കക്ഷികളിൽ ചിലർ അള്ളാഹുവിന് സംസാരമുണ്ട് എന്ന് പറയും. പക്ഷേ അവർ പറയും ആ സംസാരം സൗത്തോ ഹർഫോ കൂടാതെ ഉള്ളതാണ്, അതിന് ശബ്ദമോ അല്ലെങ്കിൽ അതിന് അക്ഷരമോ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നവർ പറയും. അത് തീർത്തും തെറ്റാണ്. കാരണം ഹദീസിൽ എന്ത് തന്നെ വന്നിരിക്കുന്നു, യുനാദി ബിസൗത്തിൻ, ഒരു ശബ്ദം മുഖേന അള്ളാഹു വിളിക്കും എന്ന് തന്നെ വന്നിരിക്കുന്നു. ഈ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. എന്താണ് ഈ ആളുകളുടെ പ്രശ്നം? കാരണം അവർ വിചാരിക്കുന്നു സൗത്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളുടേതുപോലെ ആയിപ്പോകും. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരിക്കലും പടപ്പുകളുടേതിന് സമാനമല്ല. അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ അള്ളാഹു പരലോകത്ത് പടപ്പുകളെ വിളിക്കും. ആ വിളി യസ്മഉഹു മൻ ബഉദ് കമാ യസ്മഉഹു മൻ ഖറുബ്, അടുത്തുള്ളവൻ എങ്ങനെ കേൾക്കുമോ അതുപോലെ ദൂരെയുള്ളവനും കേൾക്കും. ഇങ്ങനെ ഏത് പടപ്പിൻ്റെ സംസാരമാണ് ഉണ്ടാവുക? ഒരിക്കലുമില്ല. അത് അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ സംസാരം അത് ബിസൗത്തിൻ ഹർഫിൻ, ശബ്ദവും അതുപോലെ അക്ഷരവും ഉള്ളതാണ്. കാരണം ഇത് രണ്ടുമില്ലാതെ സംസാരമില്ല. ഇത് രണ്ടുമില്ലാതെ സംസാരമെന്നൊന്നില്ല. സൗത്ത് ഹർഫും ഇല്ലെങ്കിൽ അത് സംസാരമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദവും അക്ഷരവും ഇല്ല എന്ന് പറഞ്ഞാൽ സംസാരം തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് പറഞ്ഞ പിഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ വളരെ അറിയപ്പെട്ട ആൾ അബുൽ ഹസൻ അൽ അശ്അരിയാണ്. അബുൽ ഹസൻ അൽ അശ്അരി, അദ്ദേഹത്തിൻ്റെ അഖീദയിലാണ് ഞങ്ങൾ അശ്അരിയാക്കളാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരങ്ങൾ പറയുന്നവരാണ്. ഞങ്ങളുടെ അഖീദ ആരുടെ അഖീദയാണ്? ഞങ്ങളുടെ അഖീദ അശ്അരി അഖീദയാണ് ഞങ്ങളുടെ അഖീദ എന്നാണ് പറയുക. നമുക്ക് പറയാനുള്ളത് നമ്മുടെ അഖീദ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയ അഖീദയാണ്. ഈ ഉമ്മത്തിലെ മുൻഗാമികളുടെ അഖീദയാണ്. അബുൽ ഹസൻ അൽ അശ്അരി ജനിക്കുന്നതിന് മുമ്പുള്ള അഖീദയാണ്. അദ്ദേഹം ഈ അഖീദ മറ്റൊരാളിൽ നിന്ന്, ഇബ്നു കുല്ലാബ് എന്നു പേരുള്ള ഒരാളിൽ നിന്ന് പകർത്തിയതാണ്. അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹം ആദ്യകാലത്ത് മുഅ്തസിലത്ത് എന്നു പേരുള്ള അങ്ങേറ്റം വഴിപിഴച്ച അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങളെ തള്ളിക്കളയുന്ന ആ മദ്ഹബിലായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം ഈ പറയുന്ന മദ്ഹബിലേക്ക് മാറിയത്. അത് അദ്ദേഹത്തിൻ്റെ മദ്ഹബായി പിന്നീട് അറിയപ്പെട്ടു. അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒരുപാട് വിശേഷണങ്ങളെ തള്ളിക്കളഞ്ഞു. ചിലത് അവർ അംഗീകരിക്കുന്നു എന്ന് പറയാം. അതിൽപ്പെട്ടതാണ് അള്ളാഹിൻ്റെ കലാം. അള്ളാഹിൻ്റെ കലാമുണ്ട്. അള്ളാഹ് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ഒരു അശ്അരി പറയും അതെ സംസാരിക്കും. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണോ? അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണെന്ന് പറയും. പക്ഷേ അവരോടൊന്ന് വിശദമായി ചോദിച്ചു നോക്കൂ, അവർ പറയും സംസാരമുണ്ട്, പക്ഷേ ആ സംസാരം എന്തല്ല, ഒരു ശബ്ദമോ അതുപോലെ അക്ഷരമോ ഉള്ള സംസാരമല്ല. പിന്നെന്ത് സംസാരം? അങ്ങനെ അല്ലാതെ സംസാരമില്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദവും അക്ഷരവുമുണ്ട് എന്ന് തെളിവ് വന്നിട്ടില്ല എങ്കിൽ കൂടി, വാദത്തിന് വേണ്ടി പറയാം, അങ്ങനെ തെളിവ് വന്നിട്ടില്ല എങ്കിൽ കൂടി സൗത്തും ഹർഫും ഇല്ലാതെ, ശബ്ദവും അക്ഷരവും ഇല്ലാതെ സംസാരമില്ല. അതില്ലാതെ അങ്ങനൊരു സംസാരമില്ല. മാത്രമല്ല സൗത്തും ഹർഫും ഹദീസിൽ പ്രത്യേകം വന്നിട്ടുമുണ്ട്. ഈ പറഞ്ഞ ഹദീസിൽ ബിസൗത്തിൻ മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അള്ളാഹു അവൻ്റെ അടിമയെ അടുത്ത് വിളിച്ച് സംസാരിക്കും എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് കേൾക്കാനാണ് ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാം വരെ വിദൂരമായ 1 മാസം യാത്ര പോയത്. ആ ഒരു ഹദീസ് കേൾക്കാൻ. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹാബിയാണ്. ആ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് കേട്ട ആളിൽ നിന്ന് തന്നെ അത് പകർന്നെടുക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹു യാത്ര പോയതാണ്. 1 മാസം ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി. ഉലൂൽ ഇസ്നാദ് തേടി പണ്ഡിതന്മാർ യാത്ര ചെയ്യാനുള്ള
തെളിവുകളിലൊന്നതാണ്. ഉലൂൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഒരു ഹദീസ് മുഹദ്ദിസുകൾ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നബിക്കും അവർക്കും ഇടയിൽ 4 ആളുകൾ ഉണ്ടാകാം. നബിക്കും അവർക്കും ഇടയിൽ 4 ആളുകൾ. അപ്പോൾ അവരറിയുകയാണ് മറ്റൊരാൾ ഉണ്ട്, അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇടയിൽ 2 ആളുകളെ ഈ ഹദീസ് കേൾക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കേട്ടാൽ നബി വരെ 3 ആളുകളായി തീരും. അതിനാണ് ഉലൂൽ ഇസ്നാദ് എന്ന് പറയുക. ഇസ്നാദ് സനദിൻ്റെ ബലം അപ്പോൾ, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ മഹത്വം അപ്പോൾ വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഹദീസ് കേൾക്കുന്ന ആൾക്കും ഇടയിൽ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഹദീസിൻ്റെ സനദിൻ്റെ ബലം വർദ്ധിക്കുകയാണ്, ഇതിൻ്റെ മഹത്വം വർദ്ധിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അതിനു വേണ്ടി അവർ യാത്ര ചെയ്യും. ഹദീസ് അവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കിട്ടാൻ വേണ്ടി അതിനുള്ള തെളിവാണ്, അതിനുള്ള മാതൃകയാണ് ആര് കാണിച്ചു തന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു ഇവിടെ കാണിച്ചു തന്നത്. അദ്ദേഹം ഇത്രയും ദൂരം പോയി യാത്ര ചെയ്തു, എന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് വാതിൽ മുട്ടി പുറത്ത് വന്ന ആളോട് പറഞ്ഞു, ഉള്ളിൽ ചെന്ന് പറയുക ജാബിർ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ദില്ലാ, ജാബിർ ബിൻ അബ്ദില്ല ആണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി വന്നു, ആലിംഗനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു, ഞാനിതാ ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങളിൽ നിന്ന് കേട്ടിരിക്കുന്നു. അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കിതാബിൽ പറഞ്ഞ ഹദീസ് അല്ല, അത് വേറെ ഹദീസാണ്. അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് സംസാരിക്കുമെന്ന് പറയുന്ന മറ്റൊരു ഹദീസ്. ആ ഹദീസിലും കാണാം ബിസൗത്തിൻ, അവൻ ഒരു ശബ്ദം മുഖേന ആളുകളെ വിളിക്കും. ആ ശബ്ദം അടുത്തുള്ളവർ കേൾക്കും, ദൂരെയുള്ളവർ കേൾക്കുന്നത് പോലെ. അങ്ങനെ ഹദീസിൽ വ്യക്തമായി ശബ്ദമെന്ന് വന്നിരിക്കുന്നു. കൂടാതെ ഹർഫെന്ന് വന്നിട്ടുണ്ട്. ഹർഫെന്ന് വന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഇന്ന പ്രതിഫലമുണ്ട്. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഒരു ഹർഫാണ് എന്ന്, മറിച്ച് അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അള്ളാഹുവിൻ്റെ സംസാരത്തിൽ അതിൽ സൗത്തുണ്ട്, ശബ്ദമുണ്ട്, അതിന് അക്ഷരമുണ്ട് എന്നതിനുള്ള തെളിവുകളാണിതെല്ലാം. ഇതിനെ നിഷേധിക്കുന്ന കൂട്ടർ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സംസാരത്തെ മറ്റൊരു നിലക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവർ സംസാരമുണ്ട് എന്ന് പറഞ്ഞാലും. ഇപ്പോൾ നോക്കൂ, ഈ ആളുകൾക്ക് സംഭവിച്ചത് എന്താണ്? അവർക്ക് പടപ്പുകളുടെ സംസാരമല്ലാതെ അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അള്ളാഹുവിൻ്റെ സംസാരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് പടപ്പുകളുടെ സംസാരമാണ്. ആദ്യം തന്നെ അവരുടെ ഉള്ളിൽ പടപ്പുകളുടെ വിശേഷണത്തോട് അള്ളാഹുവിൻ്റെ വിശേഷണത്തെ സാദൃശ്യപ്പെടുത്തി. പിന്നെയോ അതിനെ നിഷേധിച്ചു. എന്ത് പേടിച്ചിട്ടാണ് ഈ പോയത്? അള്ളാഹുവിനൊരു വിശേഷണം ഖുർആനും സുന്നത്തിലും ഉണ്ട് എന്ന് പറഞ്ഞൊരു വിശേഷണം അവൻ സംസാരിക്കും. ഉദാഹരണത്തിന് അവൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സംസാരം പടപ്പുകൾക്കാണല്ലോ ഉള്ളത്, അതുപോലെ ആയിത്തീരുമെന്ന് പേടിച്ചിട്ടാണ് ഈ പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യം തന്നെ അവരിത് ചെയ്തു. മനസ്സിൽ അള്ളാഹുവിൻ്റെ വിശേഷണത്തെ പടപ്പുകളുടെ വിശേഷണത്തോട് സാദൃശ്യപ്പെടുത്തി. അതുകൊണ്ടാണ് അത് ഓടി രക്ഷപ്പെട്ടത്. എന്നിട്ടോ തശ്ബീഹിൽ നിന്ന് സാദൃശ്യപ്പെടുത്തി പിന്നെ പോയത് തഅതീലിലേക്കാണ്, നിഷേധിക്കുന്നതിലേക്കാണ്. അതിലൂടെ വീണ്ടും തശ്ബീഹിൽ ചാടി. അതെങ്ങനെ? അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അള്ളാഹുവിനെ മിണ്ടാപ്രാണികളോട്, ഒന്നും മിണ്ടാത്തവയോട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, തശ്ബീഹിൽ നിന്ന് തഅതീലിലേക്ക്, പിന്നെയും തശ്ബീഹിലേക്ക് പോയി ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവോ അതിനേക്കാൾ മോശമായതിലേക്ക് പോയി ചാടുകയാണ്. അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ വാദം എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ, അള്ളാഹുവിൻ്റെ ഏതേത് വിശേഷണങ്ങൾ വന്നിട്ടുണ്ട് അതിലൊക്കെ ഇവർ പറയുന്നത് പോലെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് സൃഷ്ടികളാണ്, അവരെ പോലെ ആകും. ശരി, സംസാരിക്കില്ല എന്ന് പറഞ്ഞാലോ? സംസാരിക്കാത്ത പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാവൂലേ നിങ്ങളുടെ വാദപ്രകാരം? ഏതാണ് കൂടുതൽ മോശം? അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാണ് അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക.
വാദത്തിന് വേണ്ടി സമ്മതിച്ച അതിനേക്കാൾ മോശമല്ലേ സംസാരിക്കാത്ത പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുക എന്നുള്ളത് റബ്ബിനെ? രണ്ടും മോശമാണ്, രണ്ടും കുഫറാണ്. അള്ളാഹുവിനെ ഒരു സൃഷ്ടിയോടും സാദൃശ്യപ്പെടുത്തിക്കൂടാ. അസ്ൽ രോഗം എവിടെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആദ്യം ഇത് പറയുമ്പോൾ തന്നെ ഇവരുടെ ചിന്ത പടപ്പുകളിലേക്ക് പോയി എന്നതാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണമാണ്, ഇത് അവൻ്റെ മഹത്വത്തിന് യോജിച്ച വിശേഷണമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതുപോലെ അള്ളാഹു അവൻ്റെ കിതാബിൽ ചില പേരുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതേ പേരുകൾ അള്ളാഹു പടപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് അള്ളാഹു അവനെക്കുറിച്ച് ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞത് കാണാം. അവൻ സമീഅാണ്, ബസീറാണ്, അവൻ അസീസാണ്, അവൻ റഊഫാണ്, റഹീമാണ്. നോക്കൂ നിങ്ങൾ, ഈ പേരുകൾ റബ്ബ് അവൻ്റെ ഖുർആനിൽ പടപ്പുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് സമീഅ, ബസീർ. അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അവന് സമയമുണ്ട്, കേൾവിയുണ്ട്, ബസറുണ്ട്, അവന് കാഴ്ചയുണ്ട്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ, നാം അവനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു, കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. എന്താണ് ഇത് കേൾക്കുമ്പോൾ ഒരു മുഅ്മിൻ വിശ്വസിക്കുക? ആ സമഅല്ല ഈ സമഅ, ആ ബസറല്ല ഈ ബസർ, ആ കാഴ്ചയില്ല ഈ കാഴ്ച, ആ കേൾവിയല്ല ഈ കേൾവി. അള്ളാഹുവിൻ്റെ കേൾവി എന്നാൽ അത് പരിപൂർണമാണ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ കാഴ്ചയും അതെ. പടപ്പുകളുടെ കേൾവിയും കാഴ്ചയുമോ പടപ്പുകളുടെ ന്യൂനതക്കും അവരുടെ കുറവുകൾക്കും യോജിച്ച അപൂർണമായ കേൾവിയും കാഴ്ചയുമാണ്. നോക്കൂ, അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഖുർആനിൽ, അവൻ അസീസാണ്, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്. എന്നാൽ പടപ്പുകളെ അവൻ അസീസ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു ഖുർആനിൽ. ഇംറഅത്തുൽ അസീസ്, നിങ്ങൾ കേട്ടില്ല? അസീസിൻ്റെ ഭാര്യ ഖുർആനിൽ വന്നത്. അത് പ്രമുഖനായ, ആ നാട്ടിൽ അധികാരമുള്ള, പ്രതാപമുള്ളയാൾ. പക്ഷേ മനുഷ്യരുടെ ഇസ്സത്ത് എന്നാൽ അത് അപൂർണമാണ്, മനുഷ്യരുടെ കുറവുകൾക്കും ന്യൂനതകൾക്കും യോജിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, അവൻ്റെ പ്രതാപം അത് പരിപൂർണമാണ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിനാണ്. ആ ഇസ്സത്തല്ല ഇസ്സത്ത്. അള്ളാഹു റഊഫാണ്, ഏറ്റവും റഅഫത്തുള്ള ദയയുള്ളവൻ. അവൻ റഹീമാണ്, ഏറ്റവും പടപ്പുകളോട് കരുണ ചൊരിയുന്നവൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമായ നബി, അഥവാ മുഅ്മിനീങ്ങളോട് ദയവും കാരുണ്യവും ഉള്ള നബി. ആ റഅഫത്ത്, ആ ദയല്ല ഈ ദയ. അള്ളാഹുവിൻ്റെ ദയ എന്നാൽ, അവൻ്റെ കാരുണ്യം എന്നാൽ അവൻ്റെ മഹത്വത്തിന് യോജിച്ച, അവൻ്റെ പരിപൂർണതയ്ക്ക് യോജിച്ച വിശേഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദയയും റഹ്മത്തും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പടപ്പ് ആയിട്ടുള്ള നബിയുടെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം പോലെയല്ല. പടപ്പുകളിൽ ആളുകളോട് കാരുണ്യമുള്ളവർ, ആളുകളോട് ദയവുള്ളവരുണ്ട്. മനുഷ്യരുടെ ന്യൂനതകൾക്കും കുറവുകൾക്കും യോജിച്ച വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം പോലെയല്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ അത് പടപ്പുകളുടെ സംസാരം പോലെയല്ല. പക്ഷേ ഈ ആളുകൾ പറഞ്ഞു, അവരുടെ ചില ന്യായങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ സംസാരം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മൾ പടപ്പുകളുടെ സംസാരം എന്ന് പറഞ്ഞാൽ അവരുടെ തൊണ്ടയിൽ അവിടെയുള്ള വായുവിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മർദ്ദം കൊണ്ടും അവരുടെ നാവും അവരുടെ ചുണ്ടുകളും ഒക്കെ ചലിപ്പിക്കുന്നത് കൊണ്ടും വരുന്നതാണ് പടപ്പുകളുടെ ശബ്ദം. ഇങ്ങനെ ശബ്ദം വരൂ എന്നാണ് അവർ പറയുന്നത്. നഊദു ബില്ലാഹ്. എന്നിട്ട് അവർ പറയും, അവരുടെ ന്യായം എന്താണ്? അപ്പം അള്ളാഹ്ക്ക് ശബ്ദമുണ്ട് എന്ന് പറയാം, അള്ളാഹ്ക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. യഥാർത്ഥത്തിൽ നോക്കൂ, അത് യഥാർത്ഥത്തിൽ പടപ്പുകളിൽ ചിലരുടെ ശബ്ദം വരുന്നതിൻ്റെ രൂപമാണ്. അതല്ലാതെ സംസാരവും ശബ്ദവും അങ്ങനെ ഉണ്ടാകൂ എന്നത് പടപ്പുകളുടെ കാര്യത്തിൽ പോലും അങ്ങനെയല്ല. പിന്നെയല്ല റബ്ബിൻ്റെ കാര്യത്തിൽ, പടപ്പുകളുടെ കാര്യത്തിൽ വരെ അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ആയത്താണ്.
അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകം ചോദിക്കും, എന്ത്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ? അള്ളാഹു അതിനോട് നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നരകം ചോദിക്കും, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇതുപോലെ തൊണ്ടയും അതുപോലെ ഈ പറയുന്ന ചുണ്ടുകളും തൊണ്ടയിലെ മർദ്ദവും വായുസഞ്ചാരവും ഇതൊക്കെ കൊണ്ടാണത് അതിൻ്റെ സംസാരം നമുക്ക് പറയാൻ പറ്റുമോ? പോകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുതുബ പറയുമ്പോൾ അടുത്തുണ്ടായിരുന്ന നബി ഊന്നി നിന്നിരുന്ന ആ മരക്കഷ്ണം മെമ്പർ നിർമ്മിച്ചപ്പോൾ ആയിത്തപ്പനത്തടി മസ്ജിദിൽ അങ്ങേ ഭാഗത്തേക്ക് മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതിനെ വിട്ട് ദൂരെ മാറി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അതെന്ത് ചെയ്തു? ആ ഈത്തപ്പനത്തടി കരഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അതിൻ്റെ ശബ്ദം കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. നബി അതിൻ്റെ അടുത്ത് ചെന്ന് അതിനെ അണച്ചു പിടിച്ചു. അത് ഏങ്ങി ഏങ്ങി, കുട്ടികൾ കരയുന്ന ശബ്ദത്തിൽ കരഞ്ഞു എന്നാണ്, ഏങ്ങി ഏങ്ങി കരച്ചിൽ നിർത്തി. എവിടെ ആ മരത്തടിക്ക് നാവും പല്ലുകളും ചുണ്ടും തൊണ്ടയിലെ വായുസഞ്ചാരമൊക്കെ എവിടെ? ഇത് പടപ്പുകളുടെ കാര്യമാണ്. സൃഷ്ടികളിൽ പോലും അവരുടെ സംസാരത്തിൽ ഇതൊക്കെ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഹീഹായ ഹദീസിൽ കാണാം, മുസ്ലിമിൻ്റെ സഹീഹിൽ കാണാം, ഇന്നി ലഅലമു ഹജറൻ ബിമക്ക. മക്കയിൽ ഉള്ള ഒരു കല്ലിനെ എനിക്കറിയാം, കാന യുസല്ലിം അലൈഹി ഖബ്ല അൻ ഉബഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നബി പറയുക, അതെന്നോട് സലാം പറയാറുണ്ടായിരുന്നു. മക്കയിൽ ഒരു കല്ല് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയാകുന്നതിന് മുമ്പ്, നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാറുണ്ടായിരുന്നു. എവിടെ ആ കല്ലിന് നാവും പല്ലുകളും ചുണ്ടും തൊണ്ടയും അതിലെ വായുസഞ്ചാരവുമൊക്കെ? സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൈകളിൽ വെച്ച് ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് അവർ കേട്ടിട്ടുണ്ട്. അവരുടെ കൈകളിൽ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് അവർ കേട്ടത് സഹീഹായ ഹദീസുകൾ കാണാം. എവിടെ ഭക്ഷണത്തിന് തൊണ്ടയും നാവും ചുണ്ടുകളും തൊണ്ടയും അതിലെ കാറ്റുമൊക്കെ? സൃഷ്ടികളുടെ കാര്യത്തിൽ വരെ ഇങ്ങനെയാണ്. ശബ്ദവും അതുപോലെ സംസാരവും ഉണ്ടാകാൻ ഇതൊന്നും വേണമെന്നില്ല. എന്നിട്ടാണോ നിങ്ങൾ റബ്ബിനെ കുറിച്ച് ഇത് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഇത് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന് നൽകേണ്ട മഹത്വം നൽകിയിട്ടില്ല. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. റബ്ബിൻ്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളുടേതുപോലെയല്ല. അത് അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഖുർആനിലും സുന്നത്തിലും വന്നോ അത് വിശ്വസിക്കണം. അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു സംസാരിക്കും. അവൻ്റെ സംസാരത്തിന് ശബ്ദവും അതിന് അക്ഷരങ്ങളുമുണ്ട്. കാരണം ശബ്ദവും അക്ഷരവും ഇല്ലാതെ സംസാരമില്ല, അങ്ങനെ അല്ലാതെ സംസാരമില്ല. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? ശബ്ദമെന്നും അക്ഷരമെന്നും സൗത്തെന്നും ഹർഫെന്നും തന്നെ ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. അതിലൊരു ഹദീസാണ് ഈ പറഞ്ഞത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആദം അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്നത്. റബ്ബ് ആദം നബിയോട് സംസാരിച്ചിട്ടുണ്ട്, മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു നരകത്തോട് സംസാരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചു. റബ്ബ് സ്വർഗത്തോട് സംസാരിക്കുമെന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാർ, നരകവും സ്വർഗവും പരസ്പരം തർക്കിച്ചു, ഹദീസിൽ വന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നരകത്തോട് പറയും, നീ എൻ്റെ ശിക്ഷയാണ്, കോപമാണ്, ഞാൻ നിന്നെ കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ. സ്വർഗത്തോട് അള്ളാഹു പറയും, നീ എൻ്റെ കാരുണ്യമാണ്, നീ മുഖേന ഞാൻ ആളുകൾക്ക് റഹ്മത്ത് ചൊരിയും. അള്ളാഹു ഇബ്ലീസിനോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അന്ത്യനാളിൽ ആളുകളോട്, നരകാവകാശികളോട് സംസാരിക്കും, സ്വർഗ്ഗക്കാരോട് സംസാരിക്കും. നബിമാരോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും അള്ളാഹുവിൻ്റെ സംസാരമാണ്. അവൻ്റെ സംസാരത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. കാരണം അവന് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. പറയുക, സമുദ്രം മുഴുവൻ മഷിയാക്കിയാലും മരങ്ങൾ മുഴുവൻ പേനയാക്കിയാലും എൻ്റെ റബ്ബിൻ്റെ കലിമാത്ത് അവസാനിക്കുകയില്ല. അത് തീർന്നു പോകും. കടൽ തീർന്നു പോകും.
കടലിലെ മഷി എൻ്റെ റബ്ബിൻ്റെ സംസാരത്തിൻ്റെ, കടലിലെ വെള്ളം എൻ്റെ റബ്ബിൻ്റെ സംസാരത്തിൻ്റെ മഷിയാക്കിയാൽ കടൽ തീർന്നു പോകും. എൻ്റെ റബ്ബിൻ്റെ സംസാരം തീർന്നു പോകുന്നതിന് മുമ്പ് അത് തീരുകയില്ല. സൂറത്തുൽ ലുഖ്മാൻ എന്താണ് പറഞ്ഞത്? വലൗ അന്ന മാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. ഭൂമിയിലെ മരങ്ങളെല്ലാം പേനയും സമുദ്രമെല്ലാം മഷിയുമാക്കിയാലും റബ്ബിൻ്റെ കലിമാത്ത് അവസാനിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ സംസാരം അവൻ്റെ വിശേഷണമാണ്. അവൻ്റെ വിശേഷണത്തിന് അറ്റമില്ല. സമുദ്രവും ഈ ലോകത്തെ മരങ്ങളും എത്രയധികമുണ്ട് എങ്കിലും അതിനൊരു കണക്കുണ്ട്. എത്ര അധികം ഉണ്ട് എങ്കിലും അതിനൊരു കണക്കുണ്ട്. കടലിലെ വെള്ളം പോലെ നമ്മൾ പറയും, സമുദ്രത്തിലെ വെള്ളം പോലെ. അത് എത്ര അധികമുണ്ട് എങ്കിലും അതിനൊരു കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ അത് തീർന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരത്തിനോ ഒടുക്കമില്ല, തുടക്കമില്ല, അതിന് അവസാനവുമില്ല. കാരണം അത് അവനോടൊപ്പമുള്ള അവൻ്റെ വിശേഷണമാണ്. അവൻ അവ്വലും ആഖിറുമാണ്. അവൻ ആദ്യമേ ഉള്ളവനാണ്. അവന് മുമ്പ് യാതൊന്നുമില്ല. അവൻ അവസാനമായുള്ളവനാണ്. അവന് ശേഷം യാതൊന്നുമില്ല. അവൻ്റെ ഔവലിയത്തിന് ഒരു തുടക്കമില്ല. അവൻ്റെ ആഖിരിയത്തിന് ഒരു അന്ത്യമില്ല. അവൻ്റെ ഔവലിയത്തിന് ഒരു തുടക്കമില്ല. അവൻ്റെ ആഖിരിയത്തിന് ഒരു അന്ത്യമില്ല. ആ റബ്ബിൻ്റെ സംസാരം ഒരിക്കലും അവസാനിക്കാത്ത സംസാരമാണ്. ആ സംസാരത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസം, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം, ഖദീമുൻ നൗഇ ഹാദിസുൽ ആഹാദ്. എന്താണ് നമ്മുടെ വിശ്വാസം? ഖദീമുൻ നൗഇ ഹാദിസുൽ ആഹാദ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഖദീമുൻ നൗഇ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ സംസാരം എന്നാൽ അത് മുമ്പേ ഉള്ളതാണ്. അതോടൊപ്പം ഹാദിസുൽ ആഹാദ്, അവൻ ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുമ്പോൾ അവൻ സംസാരിക്കും. ഇനിയും അന്ത്യനാളിൽ സംസാരിക്കുന്ന കാര്യമാണ്. ധാരാളം തെളിവുകളിൽ വന്നിട്ടുള്ളത്. ഇതെന്തിനാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത്? നേരത്തെ അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദവും അക്ഷരവുമില്ല എന്ന് പറഞ്ഞതുപോലെ വേറൊരു പഴച്ച വിശ്വാസമുണ്ട്. സംസാരമുണ്ട്, പക്ഷേ അവൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ അത് ഖദീമാണ്, അത് പഴയതാണ്. അവർ ഉദ്ദേശിക്കുമ്പോൾ ഇനി അവൻ പടപ്പുകളോട് സംസാരിക്കും എന്നത് അവർ നിഷേധിക്കും. ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും എന്ന് പറയുന്നതിനെ അവർ നിഷേധിക്കും. അതുകൊണ്ട് ആ വാദത്തിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ ബാക്കിയാണ് എന്ത് നമ്മുടെ നാട്ടിലെ ശരിയാക്കൾ പറയാറുണ്ട്. ഖുർആൻ അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങി. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ അതിലേക്ക് ഇറങ്ങി. അതുവരെ ശരിയാണ്. പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഖുർആൻ അല്പാൽപമായി വേണ്ടുന്ന സമയത്ത് വന്നിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഈ പറഞ്ഞ തെറ്റാണ്, ശരിയല്ല. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓരോ സന്ദർഭത്തിൽ 23 വർഷങ്ങളിലെ ഓരോ സന്ദർഭത്തിൽ ഖുർആനുമായി വന്നത് ഇവിടെ നിന്നാണ്? റബ്ബിൽ നിന്ന് നേരിട്ടാണ്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട്. റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിൽ നിന്നത് കേൾക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നത് ഓതി കൊടുക്കും. ഇങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയത്. ഇത് രണ്ടും പരസ്പരം വൈരുദ്ധ്യമല്ല. ഖുർആൻ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇതില്ലാതാവുന്നില്ല. കാരണം ഖുർആൻ നേരത്തെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്. ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷം ഖുർആൻ എത്തിയത് എങ്ങനെയാണ് എത്തിയത്? ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിൽ നിന്ന് കേട്ടു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന് ഓതി കൊടുത്തു. അങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ വിശ്വാസം. പണ്ഡിതന്മാർ ഇത് സ്ഥാപിക്കാൻ പ്രത്യേകം കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലാൻ സ്ഥാപിക്കാൻ. ലൗഹുൽ മഹ്ഫൂദിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ ഇറങ്ങി, അത് ശരിയാണ്. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷക്കാലം ഖുർആൻ അല്പാൽപമായി ഇറങ്ങിയത്. വനസ്സൽനാഹു തൻസീല വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. മുശ്രിക്കുകൾ ചോദിച്ചു, എന്തുകൊണ്ട് ഈ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങിയില്ല? അള്ളാഹു പറഞ്ഞു, വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ. നാം ഈ ഖുർആൻ അല്പാൽപമായി ഇറക്കിയിരിക്കുന്നു. താങ്കൾ നബിയെ ജനങ്ങൾക്ക് അല്പാൽപമായി ഇത് ഓരോ സന്ദർഭത്തിൽ ഓതി കൊടുക്കാൻ.
വനസ്സൽനാഹു തൻസീല. അങ്ങനെ നാം ഈ ഖുർആൻ അല്പാൽപമായി അവതരിപ്പിച്ചിരിക്കുന്നു. പല ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്നെന്താണ്, ഈ ഖുർആൻ പഠനം എളുപ്പമാണ്. അല്പാൽപമായി അത് വന്നിറങ്ങിയാൽ അതിൻ്റെ പഠനം എളുപ്പമാണ്. അതുപോലെ ഓരോ സന്ദർഭത്തിൽ അത് അവതരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ സ്വാധീനം അത് വളരെ വലുതാണ്. ഒറ്റയടിക്ക് ഇറങ്ങുന്നതിനേക്കാൾ അതിൻ്റെ സ്വാധീനം അത് വളരെ വളരെ വലുതാണ്. അതുപോലെ മുശ്രിക്കുകൾ ഓരോ ശുഭത്തുകളുമായി വരുമ്പോൾ അള്ളാഹു അതിന് മറുപടി അതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോഴുള്ള ആശ്വാസം അള്ളാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് മുനാഫിക്കുകൾ ദുരാരോപണം പറഞ്ഞപ്പോൾ അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മയുടെ സത്യസന്ധതയും അവരുടെ ചാരിത്രവും അവരുടെ പരിശുദ്ധിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആരെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയ ആ മ്ലേച്ഛമായ ആരോപണം പറഞ്ഞാൽ കാഫിറാണവൻ, ഇസ്ലാമിൽ അവൻ പുറത്താണ്, പുറത്താണല്ലോ പിന്നെ. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഉമ്മയുടെ പരിശുദ്ധി അവതരിപ്പിച്ചിരിക്കുന്നു. ഇവൻ അതിനെതിരാണ് പറയുന്നത്, ഇവരതിനെതിരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതുപോലെ അള്ളാഹു ഓരോ സന്ദർഭത്തിൽ ഖുർആൻ അവതരിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന എന്തെല്ലാം ആയത്തുകൾ. നബിക്ക് ഒരു സമയത്ത് വഹി ഒരല്പം അതിന് ഇടവേളയുണ്ടായി, വഹി വന്നില്ല. വഹീന് ഇടവേളയുണ്ട് മക്കയിൽ വെച്ച്. ഉമ്മു ജമീൽ എന്ന അബൂലഹബിൻ്റെ ഭാര്യ അള്ളാഹു ഖുർആനിൽ വംറഅതുഹു ഹമ്മലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും എന്ന് അള്ളാഹു പറഞ്ഞ നരകത്തിൽ അബൂലഹബിൻ്റെ കൂട്ടുകാരിയായി, ദുനിയാവിൽ അവൻ്റെ അതിക്രമങ്ങൾക്ക് സഹായിയായി ഉണ്ടായതുപോലെ നരകത്തിൽ ശിക്ഷയിലും അവൻ്റെ കൂടെ ഉണ്ടാവും. പരസ്പരം ശത്രുക്കളായിക്കൊണ്ട്. കാരണം നരകാവകാശികൾ പരസ്പര ശത്രുക്കളാണ്. സ്വർഗ്ഗക്കാർ പരസ്പരം അങ്ങേയറ്റം സ്നേഹത്തിലാണ്. ദുനിയാവിൽ അവർ ശത്രുക്കളായിരുന്നാൽ പോലും, ദുനിയാവിൽ അവർക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി എങ്കിൽ പോലും പരലോകത്ത് സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾ എത്തിയാൽ അള്ളാഹു പറഞ്ഞു വനസഅനാ മാ ഫി സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യം, പ്രയാസം, ഒരാളെക്കുറിച്ച് പ്രയാസം സ്വാഭാവികമാണ്, ആളുകൾ തമ്മിലുണ്ടാവും. അത് നാം ഊരിയെടുക്കുന്നതാണ്. ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിരിക്കുന്ന സഹോദരങ്ങളായിരിക്കും അവർ എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. നരകാവകാശികളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന, അള്ളാഹു ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനോട് എതിരിൽ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും. ശരി, ഈ അബൂലഹബിൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൽപ്പം വഹി ഇടവേള ഉണ്ടായപ്പോൾ പറഞ്ഞു, എന്താ മുഹമ്മദ്? അവൾ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുദമ്മം എന്ന് ആക്ഷേപിച്ച് വിളിക്കാറുണ്ടായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അത് മുഹമ്മദ് എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്തുത്യർഹമായ വിശേഷണങ്ങളും ഉള്ളവരാണ്. എന്നാൽ മുദമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ദമ്മിന് അഥവാ ആക്ഷേപത്തിന് അർഹമായ വിശേഷണങ്ങളുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ പറഞ്ഞിരുന്നു. ആ സ്ത്രീ ചോദിച്ചു, എന്താ ഇപ്പോൾ വരാറുള്ള പിശാച് അത് വരുന്നില്ലേ? നോക്കുകയാണ് ചോദ്യം, നോക്കി. ആ വരാറുള്ള പിശാച് എന്താണ് ഇപ്പോൾ വരുന്നില്ലേ? മുഹമ്മദിൻ്റെ പിശാച് മുഹമ്മദിനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, വരാറുണ്ടായിരുന്ന ശൈത്താൻ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, നഊദു ബില്ലാഹ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറക്കി, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ദുഹാ, ദുഹാ തന്നെ സത്യം. മധ്യാഹ്ന നേരം, ഫജ്ർ കഴിഞ്ഞുള്ള ആ വെളിച്ചം വന്ന നേരം, അത് തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെ സത്യം. അത് മൂടിയാൽ, അത് പരന്നാൽ, മാ വദ്ദഅക റബ്ബുക്, നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല. വമാ ഖലാ, റബ്ബ് നിന്നോട് കോപിച്ചിട്ടുമില്ല. മവദ്ദഅക റബ്ബുക വമാ ഖലാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്ര സന്ദർഭങ്ങൾ, എത്ര സന്ദർഭങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലെ ചെറിയ പ്രായമുള്ള സഹാബിമാരിൽ ഒരാൾ മദീനയിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മുനാഫിഖ് പറയുന്ന ഒരു
വ്യാജവാദം മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയുന്ന വളരെ മോശമായ വാക്ക് ഈ ചെറിയ പ്രായത്തിലുള്ള സഹാബി, അദ്ദേഹം കുട്ടിയായിരുന്നു, അദ്ദേഹം കേട്ടു. അദ്ദേഹം നബിയോട് അത് ചെന്ന് പറഞ്ഞു. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ വന്നിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുനാഫിഖാണ്, സത്യം ചെയ്തിട്ട് കളവ് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവേ ലാഹിറായത് പുറമേക്ക് എന്താണ് പറഞ്ഞത് അതാണ് സ്വീകരിക്കുക. പുറമേക്ക് പറഞ്ഞത് സ്വീകരിക്കും, ഉള്ളിലുള്ളത് ചിക്കി ചെയ്യാൻ നിൽക്കുകയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം അവസാനിപ്പിക്കും. ആളുകൾ വന്നിട്ട് ഇദ്ദേഹം ചെറിയ കുട്ടിയാണ്, എന്തിനാണ് മോനെ ഇങ്ങനെ പറയാൻ പോയത്, ഒരു കളവ് പറഞ്ഞ പേര് കിട്ടിയല്ലോ. അദ്ദേഹം പ്രയാസപ്പെട്ട് വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദ്ദേഹം വന്ന് പറഞ്ഞു കൊടുത്തത് അത് അള്ളാഹു ആയത്തെ അവതരിപ്പിക്കുക. സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്തുകൾ, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്ന അൽഅസ്സു മിൻഹൽ അദൽ തുടങ്ങിയ ആയത്തുകൾ. മുനാഫിഖുകൾ പറഞ്ഞു, മദീനയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയാൽ നമ്മൾ അവിടുന്ന് മുഹാജിറുകളായ ആളുകളെ പുറത്താക്കും, അതുപോലെ ഇനി അവർക്ക് നമ്മൾ പണം കൊടുക്കുകയില്ല, സഹായിക്കുകയില്ല എന്ന് തുടങ്ങി എന്താണ് അദ്ദേഹം പറഞ്ഞത് അതങ്ങനെ തന്നെ അള്ളാഹു അവതരിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു നിന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു, റബ്ബ് നിന്നെ സത്യപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബിൻ്റെ പേരുകളിലൊന്നാണെന്ത് അൽ മുഅ്മിൻ. റബ്ബിൻ്റെ പേരുകളിലൊന്നാണെന്ത് മുഅ്മിൻ. വല്ലാഹുൽ ഖാലിഖുൽ ബാരി വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിൻ. അള്ളാഹുവിൻ്റെ പേര് അൽ മുഅ്മിൻ. എന്താണ് അൽ മുഅ്മിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരർത്ഥം അൽ മുസദ്ദിഖ് എന്നാണ്, സത്യപ്പെടുത്തുന്നവനാണ് റബ്ബ്. അഥവാ സത്യസന്ധരുടെ സത്യസന്ധത അള്ളാഹു ബോധ്യപ്പെടുത്തും. അതുകൊണ്ടാണ് അവൻ നബിമാർക്ക് മുഅ്ജിസത്ത് നൽകിയിട്ടുള്ളത്. മുഅ്ജിസത്ത് എന്താണ്? നബിമാർക്ക് അള്ളാഹു നൽകിയ ആയത്തുകൾ, അത്ഭുതങ്ങൾ. ഈ നബിമാർ സത്യസന്ധരാണ് എന്നതിനുള്ള തെളിവുകളാണ്. അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ എന്ന് മുഅ്മിൻ അർത്ഥമുണ്ടല്ലോ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യത്തെ സത്യപ്പെടുത്തുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ സത്യത്തെ സത്യപ്പെടുത്തുന്ന മുഅ്മിനാണ്. അതുപോലെ മറ്റൊരു അർത്ഥം, ആ പേര് വേറെ അർത്ഥമുണ്ട്, അമ്ന് നൽകുന്നവനാണ് അവൻ. അമ്ന്, നിർഭയത്വം ഏകുന്നവൻ മുഅ്മിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇപ്പോൾ നോക്കൂ, റബ്ബ് ഇങ്ങനെ സത്യസന്ധരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തിയ ആയത്തുകൾ, നിരപരാധികളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയ ആയത്തുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ച ആയത്തുകൾ, മുഅ്മിനീങ്ങളെ അവർക്ക് ധൈര്യമേകിയ വാഗ്ദാനമേകിയ ആയത്തുകൾ. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. 1000 മലക്കുകൾ ഇറക്കി അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആയത്തുകൾ. വിധിവിലക്കുകൾ. ആ ഭർത്താവിൻ്റെ കുറിച്ച് പരാതി പറയാൻ ഖൗല ബിൻത് തഅലബ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ അവരുടെ കാര്യത്തിൽ ഭർത്താവ് അവരെ ദിഹാർ എന്ന് പറയുന്ന ജാഹിലിയത്തിലൊരു ദുരാചാരം നടത്തുകയുണ്ടായി. നീ എനിക്ക് ഇന്നു മുതൽ എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് ഭാര്യയോട് പറയുന്ന ജാഹിലിയത്തിലൊരു ദുരാചാരമാണത്. അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീയുടെ ഭർത്താവ്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വലിയ സഹാബിയാണ്. പക്ഷേ പ്രായമേറിയപ്പോൾ ചില ആളുകൾക്ക് പ്രായമേറിയ അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ മുജാദല അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിയിച്ച ആയത്തുകൾ, إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. إذا جاء نصر الله والفتح, അള്ളാഹുവിൻ്റെ സഹായം വിജയവും വന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നതിന് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, അള്ളാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്യുക, അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അവനെ സ്തുതിക്കുക, അവനോട് പാപമോചനം തേടുക. ഇന്നഹു കാന തവ്വാബ, അവനേറെ പുറത്തു നൽകുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. എന്താണ് ഈ ആയത്ത്? ഇത് നഅ്യു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള വിളിയാളമാണത്. നബിയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന അറിയിപ്പാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ചെറിയ പ്രായമുള്ള ആളാണ്. നബി വഫാത്താകുമ്പോൾ 15 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തൻ്റെ ഖിലാഫത്തിൽ വലിയ സഹാബിമാരെ ഷൂറയിൽ, അഥവാ നബി ഉമറിൻ്റെ കൂടിയാലോചനാ സഭയിൽ പ്രായമുള്ള സഹാബിമാർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ വലിയ വലിയ സഹാബിമാർ, ആ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസിനെയും കൂടി ഉമർ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പ്രായമേറിയ സഹാബിമാരിൽ ചിലർ ഉമറിനോട് പറഞ്ഞു, നമ്മുടെ മക്കൾ പ്രായമുള്ള ഒരാളെയും
എന്തിനാണ് നമ്മൾ ഈ കൂട്ടത്തിൽ വിളിക്കുന്നത്? അദ്ദേഹത്തെ നമ്മൾ കുട്ടികൾ പ്രായമല്ലേ ഉള്ളൂ, ഈ വലിയ വലിയ ആളുകളുടെ കൂട്ടത്തിൽ എന്തിനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് ഉമറോട് ചോദിച്ചു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് ആരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, ഉമർ അവരൊക്കെ ഇരിക്കുന്ന മജ്ലിസിൽ ചോദിച്ചു, ഈ സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് റഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ സബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അവർ ചിലർ മറുപടി ഒന്നും പറഞ്ഞില്ല. ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അവനെ സ്തുതിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം ശരിയാണോ? അർത്ഥം ശരിയാണ്. കാരണം ഖുർആൻ അതിലെ നേർക്കുനേരെ പറഞ്ഞ കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല, അത് ശരി തന്നെയാണ്. അള്ളാഹുവിൻ്റെ സഹായം വിജയവും വന്നാൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, ഹംദ് ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. പക്ഷെ അതിലപ്പുറം അതിലൊരു കാര്യമുണ്ട്. ഉമർ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ ജീവിതം അവസാനിക്കാറായി, നബിക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ് തീരാറായിരിക്കുന്നു എന്ന സൂചനയാണ് അതിലുള്ളത്. ഉമർ പറഞ്ഞു, ഇതാണ് അതിൻ്റെ തഫ്സീർ. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസിനെ ഈ ശൂറയിലേക്ക് വിളിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിലും റുക്കൂഇലും സുജൂദിലും പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർ ലീ യതഅവ്വലുൽ ഖുർആൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർ ലീ എന്ന് റുക്കൂഇലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. യതഅവ്വലുൽ ഖുർആൻ, ഖുർആനിലെ ഈ ആയത്ത് പിൻപറ്റിക്കൊണ്ട്, ഖുർആനിലെ ഈ ആയത്തിൻ്റെ കൽപ്പന നബി നടപ്പിലാക്കിയതാണത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ആ മുബാറക്കായ ജീവിതം അള്ളാഹുവിന് വേണ്ടി, ഈ ദീൻ അള്ളാഹു എങ്ങനെ ഈ ദീൻ ജനങ്ങളെ പഠിപ്പിക്കണം, ഈ ദീനുമായി എഴുന്നേറ്റ് നിൽക്കാൻ അള്ളാഹു പറഞ്ഞുവോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം നിന്നു. ഖും ഫഅൻദിർ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. എഴുന്നേറ്റ് നിൽക്കുക, താക്കീത് ചെയ്യുക, എഴുന്നേറ്റ് നിൽക്കുക, താക്കീത് നൽകുക എന്ന ആയത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അവതരിപ്പിച്ച ആയത്തുകളിൽ ഒന്നാണ്. ഏത് സൂറത്തിലാണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഇഖ്റ കഴിഞ്ഞിട്ട് പിന്നെ റസൂലാക്കിയത് ഈ ആയത്ത് കൊണ്ടാണ് എന്നാണ്. ഇഖ്റ കൊണ്ട് നബിയായി, മുദ്ദസ്സിർ കൊണ്ട് റസൂലായി. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സൂറ സലാസയിൽ പറഞ്ഞ മനോഹരമായ വാക്കാണത്. നുബ്ബി അബി ഇഖ്റ വ ഉർസില ബിൽ മുദ്ദസ്സിർ. ഇഖ്റ കൊണ്ട് നബിയായി, മുദ്ദസ്സിർ കൊണ്ട് റസൂലായി. മുദ്ദസ്സിറിന് ആണ് നബിയോട് അള്ളാഹു ഈ എതിരാളികൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ദീൻ പറയാൻ കൽപ്പിച്ചത്. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. കാരണം ഖുർആനും സുന്നത്തിനും വ്യക്തമായി ഇന്നതാണ് വ്യത്യാസം എന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം. നബി, റസൂൽ, നബിമാർ ധാരാളമുണ്ട്. 1,00,000-ലധികം നബിമാരുണ്ട്. എന്നാൽ 300 ചില്ലാനമാണ് റസൂലുകൾ. റസൂലുകളാണ് നബിമാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ. എല്ലാ റസൂലും നബിയുമാണ്, റസൂലുമാണ്. പക്ഷെ എല്ലാ നബിയും റസൂൽ ആയിക്കൊള്ളണമെന്നില്ല. നബിമാർ മാത്രമായ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. എന്നാൽ റസൂലുകൾ അവർ നബിമാരുടെ അത്രയില്ല. റസൂലുകൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്താണ് നബി റസൂലും തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹു അലം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നബി എന്ന് പറഞ്ഞാൽ പൊതുവേ അനുകൂലികളായ അഥവാ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളിലേക്ക് ദീൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചവരാണ് നബിമാർ. പൊതുവേ അവരായിരിക്കും കൂടുതൽ അഭിസംബോധിതരായ ആളുകളായി ഉണ്ടാവുക. എന്നാൽ റസൂലുകൾ എന്നാൽ പൊതുവേ എതിരാളികളായിരിക്കും അഭിസംബോധിതർ. എതിരാളികളായ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശവുമായി നിയോഗിക്കപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലുകൾ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്ദസ്സിർ കൊണ്ടാണ് റസൂലായത് എന്നാണ്. കാരണം മുദ്ദസ്സിറിലാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? ഖും ഫഅൻദിർ, എഴുന്നേറ്റ് നിൽക്കുക, ജനങ്ങൾക്ക് താക്കീത് നൽകുക എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന വന്നപ്പോൾ എന്താണ് ആ ആയത്ത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടി പുതച്ച് കിടക്കുന്നവനെ, ഖും എഴുന്നേൽക്ക, ഫഅൻദിർ താക്കീത് നൽകുക. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന വന്നപ്പോൾ നബി എഴുന്നേറ്റ നിൽപ്പാണ്. 23 കൊല്ലം ആ നിൽപ്പാണ് ജനങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട്. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ സിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ
അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റബ്ബിനെ മഹത്വപ്പെടുത്തുക, വസ്ത്രം ശുദ്ധീകരിക്കുക, മ്ലേച്ഛതകൾ, വിഗ്രഹങ്ങൾ അവയെ വെടിയുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, തൗഹീദുമായി എഴുന്നേറ്റ് നിൽക്കുക. ഈ ജീവിതം 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുന്ന നിലയിൽ അവസാനിക്കണം. അതിനാണെന്ത് റബ്ബ് അവസാനം ഇത് കൽപ്പിച്ച് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. നോക്കൂ, അള്ളാഹുവിൻ്റെ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തിക്കുന്ന അവസ്ഥയിൽ അവസാനിക്കണം എന്നാണ്. അതുപോലെ നോക്കൂ, സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, ഈ ആയത്തിറങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിൻ്റെ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുമായിരുന്നു എന്നാണ്. എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഏതവസ്ഥയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുമായിരുന്നെന്ന് സഹീഹ് മുസ്ലിമിലെ ചില സഹീഹായ ഹദീസുകളിൽ വന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് സഹീഹ് മുസ്ലിമിലും മറ്റും വന്ന ഹദീസാണ്, റുക്കൂലും സുജൂദിലും ചെയ്തിരുന്നു എന്നത്. സഹീഹായ ഹദീസുകൾ നബി എവിടെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാറും തസ്ബീഹും ഹംദും നടത്തുമായിരുന്നു എന്ന് വന്നത് കാണാം. നോക്കി, ഇതെല്ലാം അള്ളാഹു ഓരോ സന്ദർഭത്തിൽ ഖുർആൻ അവതരിപ്പിച്ചതിനുള്ള തെളിവാണ്. റബ്ബ് അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും, അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും. ഖൗം എന്താണ് പറയുന്നത്? അതായത് അങ്ങനെ പറഞ്ഞാൽ പുതുതായൊരു കാര്യം ഉണ്ടാവുക എന്ന് പറയുക എന്നത് അള്ളാഹുവിന് യോജിക്കയില്ല. ഇതൊക്കെ എന്തൊക്കെ വിചിത്രമായ വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു, ഏതാണ് പൂർണ്ണത? ഒരാൾക്ക് ഒരു പടപ്പിനെ നമ്മൾ വെച്ച് നോക്കിയാൽ ഒരാൾക്ക് അവസരത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണോ, അല്ല പണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണോ പൂർണ്ണതയാവുക? അവസരത്തിനൊത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലല്ലേ പൂർണ്ണതയാവുക യഥാർത്ഥത്തിൽ? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയാണ്. ബിദ്അത്തുകൾ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ എന്തു പറയുമെന്നതിന് യാതൊരു കയ്യും കണക്കുണ്ടാവില്ല. എന്തും പറയാം. ബിദ്അത്ത് പിടികൂടിയാൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതജാറ ബിഹിമുൽ അഹ്വാ, ദഹേച്ഛകൾ, പുത്തൻ വാദങ്ങൾ അവരെ പിടികൂടും. അത് അവരെയും കൊണ്ട് എങ്ങനെ പോകും? കെൽബ് പിടികൂടിയ ഒരാളെ, കെലബ് പിടികൂടിയ ഒരാളെ, അതായത് പേ പിടിച്ച ഒരാൾക്ക് എന്ത് സംഭവിക്കും? പേ പിടിച്ച അയാളുടെ എല്ലാ ഭാഗത്തും ആ പേ ബാധിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേ വിഷയേറ്റാൽ ഒരാൾക്ക് എന്താണ് സംഭവിക്കുക? വളരെ അങ്ങേയറ്റം വേദന സഹിക്കുന്ന, അങ്ങേയറ്റം പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഈ പേ വിഷയേറ്റാൽ ആളുകൾക്ക് ഉണ്ടാവുക എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ആയിരിക്കും എല്ലായിടത്തും ഈ ബിദ്അത്ത് അത് എത്തിച്ചേരും. അതവരെയും കൊണ്ട് എല്ലാവിധ മോശമായ വാദങ്ങളിലേക്കും അത് എത്തിച്ചേരും. ബിദ്അത്തിൽ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാൽ പിന്നെ അങ്ങനെയാണ് സംഭവിക്കുക. നഊദു ബില്ലാഹ്. നമ്മളെപ്പോഴും പ്രിയ സഹോദരങ്ങളെ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ഇസ്ലാമിലും അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലുമായി മരിപ്പിക്കാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ ഇസ്ലാമിലായി അഹ്ലുസുന്നത്തിലായി മരിക്കുക എന്നതിലാണ് കാര്യം. ഇസ്ലാമിലായി അതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ. കാരണം ദിനേന പുതിയ പുതിയ ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെടാം. പണ്ടേതോ കാലത്ത് കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറയുന്ന ബിദ്അത്തുകൾ പുതുതായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാമ. സുബ്ഹാനല്ലാഹ്. റാഫിദിയ്യത്ത് അഥവാ ഷീഇകളുടെ ബിദ്അത്ത് നിങ്ങൾക്കറിയാം, ഏതോ കാലം അത് ഉണ്ടായിട്ടുണ്ട്. ആദ്യം വന്ന ബിദ്അത്തുകളിലൊന്നാണ് റാഫിദികളുടെ ബിദ്അത്ത്. ആ കാലഘട്ടത്തിൽ റാഫിദികൾക്ക് അവരുടെ ബിദ്അത്തിന് പ്രതിപ്രവർത്തനം എന്നോണം വേറൊരു ബിദ്അത്ത് വന്നു. ഇങ്ങനത്തെ തലക്ക് എന്താണത്? റാഫിദുകൾ അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും അമിതമായി പുകഴ്ത്തിയപ്പോൾ ആഹാ എന്നാൽ പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റൂല, അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ഒരു ബിദ്അത്തുകാർ വന്നു. നാസിബികൾ എന്നാണ് അവർക്ക് പറയുക, നാസിബിയാക്കൾ എന്നാണ് അവർക്ക് പറയുക. നിങ്ങൾ പലരും ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ഇങ്ങനെ ഒരു ബിദ്അത്ത്, നാസിബിയത്ത് എന്നാണ് അതിന് പറയുക. കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചെറിയ പ്രായത്തിൽ 5, 6, 7 വയസ്സുള്ളപ്പോൾ നമ്മൾ എണ്ണി പഠിക്കുകയാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, 4 ഖലീഫമാർ. അവരോടുള്ള സ്നേഹം ചെറിയ പ്രായത്തിൽ അൽഹംദുലില്ലാഹ് മുസ്ലിം മക്കളുടെ മനസ്സിലുണ്ട്. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി ഇബ്നു അബി ത്വാലിബിനെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ
പിതൃ സഹോദര പുത്രൻ, നബി പോറ്റി വളർത്തിയ കുട്ടി. ഓ അലി, നിനക്ക് തൃപ്തിയല്ലേ? ഹാറൂനെ മൂസ എങ്ങനെയാണ് ഏൽപ്പിച്ചു പോകുന്നത്, അതുപോലെ നിന്നെ ഞാനിവിടെ ഏൽപ്പിച്ചു പോകുന്നത്. പക്ഷേ എനിക്ക് ശേഷം ഒരു നബി ഇല്ല കേട്ടോ. ഗൈറ അല്ല നബി ബഅദി. തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അലിക്ക് നബി മദീനയിൽ കാര്യം നോക്കാൻ അലി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അലിക്ക് പ്രയാസമായി. കാരണം അലി റളിയല്ലാഹു അൻഹു യുദ്ധരണാങ്കണങ്ങളിലെ ധീരതക്കറിയപ്പെട്ട സഹാബിയാണ്. ഖൈബറിലും മറ്റുമൊക്കെ അങ്ങേയറ്റത്തെ ധീരതക്കറിയപ്പെട്ട സഹാബിയാണ്. അലിക്ക് പ്രയാസമായി. നബിയെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടി എന്നെ ആക്കിയിട്ട് പോവുകയാണ് എന്നാണ് അലി ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തർദ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഗൈറ അല്ലാ നബിയ ബഅദി. ഹാറൂന മൂസ ആക്കിയിട്ട് പോയില്ലേ അലൈഹിസ്സലാം, തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ. അതുപോലെ നിന്നെ ഞാൻ ആക്കിയിട്ട് പോകുന്നതിന് എനിക്ക് തൃപ്തിയില്ല. പക്ഷേ എനിക്ക് ശേഷം ഒരു നബി ഇല്ല കേട്ടോ, അതിൽ വ്യത്യാസമുണ്ട് എന്ന് നബി പറഞ്ഞ അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുഹിബ്ബുല്ലാഹ വറസൂല വയുഹിബ്ബുല്ലാഹു വറസൂല. അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു, അള്ളാഹും റസൂലും സ്നേഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലി. എത്രയോ ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദര പുത്രൻ, നബിയുടെ മകളുടെ ഭർത്താവ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ ഭർത്താവ്. നബി ഒരിക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ കരയുകയാണ്. നബി ചോദിച്ചു, അലി എവിടെ? എന്നോട് ദേഷ്യം പിടിച്ചിട്ട് പോയിരിക്കുകയാണ്. എന്നോട് ദേഷ്യപ്പെട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ മസ്ജിദിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുപ്പായം നീങ്ങിയിട്ടുണ്ട്, തുണി നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മസ്ജിദിലെ മണ്ണ് ശരീരത്തിൽ പുരണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന് മണ്ണിങ്ങനെ തട്ടിയിട്ട് വിളിച്ചു, ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അബൂ തുറാബ് എന്ന് നബി അലിയെ ഓമനിച്ച് വിളിച്ചു. അബൂ തുറാബ് എന്ന കുനിയത്ത്. ഇതുകൊണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും അലിയെ അബൂ തുറാബ് എന്ന് വിളിച്ചാൽ അലിക്ക് വലിയ സന്തോഷമായിരുന്നു. നബി വിളിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ഓമനിച്ച് വാത്സല്യത്തോടെ അലിയോട് തമാശയിൽ വിളിച്ചതാണ്. തട്ടി വിളിച്ചു, ഖും യാ അബാ തുറാബ്, അബൂ തുറാബ് എണീക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളാണവർ, അലിയും അതുപോലെ ഫാത്തിമയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേർ കിടക്കുകയാണ്. അവർ എഴുന്നേൽക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. നബി ചെന്ന് രണ്ടുപേരുടെ നടുവിലിരുന്നു. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ കുട്ടികളാണോ? നബിയുടെ മകളാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകനാണ്. ഈ അലിയെ വില കുറിച്ച് പറയുന്ന വർത്തമാനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മലയാളത്തിൽ വീണ്ടും കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറയുന്ന ബിദ്അത്തുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ച് നോക്കി. നമ്മൾ ആരെങ്കിലും ഇന്നലെ വിചാരിച്ചിട്ടുണ്ടോ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞ് ഈ വിഷം പിടികൂടിയ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു പ്രസംഗിക്കേണ്ടി വരുമെന്ന്? കാരണം അത്രയും മുസ്ലിമീങ്ങൾക്കിടയിൽ മുസല്ലമായ അവരെല്ലാവരും സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന കാര്യമായിരുന്നില്ലേ? ഇങ്ങനെയാണ് ബിദ്അത്ത്, ഇങ്ങനെയാണ് ബിദ്അത്ത്. അതിൽ ഇനി ശുബഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ആളുകൾ കൊണ്ടുവരും. അപ്പോൾ ആളുകൾ ഈ ഉസൂലൊക്കെ മറക്കും. എന്നിട്ട് ഇവൻ പറയുന്ന ഇതുപോലുള്ള നജസുകൾ പറയുന്ന ശുബഹത്തും പിടിച്ചായിരിക്കും ആളുകൾ വരെ. ഇന്ന ചരിത്രത്തിൻ്റെ കിതാബിൽ ഇങ്ങനെ ഉണ്ടല്ലോ. എടോ, ഈ പറഞ്ഞ ഉസൂലുകളൊക്കെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നീ പഠിച്ച ഈ ഉസൂലുകൾ ഇതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ചരിത്രത്തിൻ്റെ കിതാബിൽ ഒരു വാലുകൊണ്ട് പൊളിഞ്ഞോ? ഇതൊക്കെ അങ്ങനെയാണ് ആളുകൾ, ജനങ്ങളുടെ മനസ്സങ്ങനെയാണ്. പഠിച്ചൊക്കെ അപ്പം മറന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഉസൂലുകൾ ആവർത്തിച്ച് പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. കുട്ടികൾ അതിൽ വളരണം അവർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ ഉമ്മത്തുകൾ എടുത്തു നോക്കിയാലും ഏറ്റവും ശ്രേഷ്ഠർ ഈ 4 പേരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പിഴച്ച കക്ഷികൾ റാഫിദിയത്ത് പിടികൂടിയ ആളുകൾക്ക് മറുപടി പറയുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത പറയാറില്ലേ? സുബ്ഹാനല്ലാഹ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനാണ് ആര്? അലി ഇബ്നു അബി താലിബ്. എന്താണ് സംശയം? അതിൽ യാതൊരു സംശയമില്ല. സഹാബത്തിൽ അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷേ അവർക്കിടയിലെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠ അബൂബക്കറും ഉമറുമാണ്. പിന്നെ ബാക്കിയുള്ള 2 ഖലീഫമാരും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 പേർ, പിന്നെ ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സഹാബിമാർ, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ, ശ്രേഷ്ഠതയിൽ അവർക്കിടയിൽ വ്യത്യാസമുണ്ട്.
അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷെ അവരിൽ ചിലരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. മുആവിയ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനുണ്ട്. മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത വിളിക്കുക, മോശം പറയുക എന്നത് അത് അങ്ങേയറ്റത്തെ വഴിപഴച്ച വാദമാണ്. എങ്കിൽ അതിനേക്കാൾ വഴിപഴമാണെന്ത്? അലി റളിയല്ലാഹുവിനെ ചീത്ത പറയുക എന്നുള്ളത് അതിനേക്കാൾ വലുതാണ്. കാരണം ആളുടെ ശ്രേഷ്ഠത കൂടുമ്പോൾ കുറ്റം പറയുന്നതിൻ്റെ ഗൗരവവും വർദ്ധിക്കും. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ബിദ്അത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ ഇതൊന്നും എഴുതാൻ മടിയില്ലാത്ത, പറയാൻ മടിയില്ലാത്ത, സ്വന്തം നാശത്തെക്കുറിച്ച് ഇത്ര പേടിയില്ലാത്ത ആളുകൾ ലോകത്തുണ്ട്. നിങ്ങൾ ചിന്തിച്ചു എന്ത് കാര്യമാണ് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ദുനിയാവിൽ കിട്ടുക? ദുനിയാവിലും ആഖിറത്തിലും നിന്നതയല്ലാതെ എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, നമ്മൾ സൂറുകൾ അത് നന്നായി പഠിക്കുക. ബിദ്അത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടുക. എല്ലാ രൂപത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും ഖൽബ് റബ്ബെ ഹിദായത്ത് അർപ്പിച്ച് നിർത്തണേ എന്ന് ദുആ ചെയ്യുക. എപ്പോഴും ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂരിഭാഗം നബി ധാരാളമായി ചൊല്ലാറുണ്ട് ദുആ ആണ്. ഖൽബ് ദീനിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ദുആ നമുക്കറിയില്ലേ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന ദുആ. അതെപ്പോഴും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. നമ്മൾ ഒരിക്കലും വിചാരിക്കുക നമ്മൾ ഇതിലൊന്നും പെട്ടുപോവുകയില്ല എന്നൊരിക്കലും വിചാരിച്ചു പോകരുത്. കാരണം റബ്ബിനെ അറിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കാവലില്ല എങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകും. കാരണം ഹിദായത്തിലായിരുന്ന ആളുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലും സുന്നത്തിലുമായി കൊണ്ട് നമ്മെ ജീവിപ്പിക്കുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.